എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബൾക്കിനെ പറ്റിയിട്ട് പാർട്ട് 2. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാർട്ട് 1 ബൾക്ക് എങ്ങനെ വെക്കണം, ഏത് സമയത്ത് വെക്കണം എന്നുള്ള വീഡിയോ ആണ് ഞാൻ പാർട്ട് 1 പറഞ്ഞ്. ഇനി ഏതെല്ലാം ദിശയിൽ ബൾക്ക് വെക്കാൻ പാടില്ലാത്ത അത് ഞാൻ പാർട്ട് 1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പാർട്ട് 2 ഞാൻ പറയാം. ബൾക്കും ഈശ്വരൻ്റെ ഫോട്ടോ വെക്കാൻ പാടില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ വാസ്തു പ്രകാരം 4 ദിശയാണ്. ഒന്ന് നോർത്ത് ഈസ്റ്റ്. ഈശ്വരൻ്റെ ഫോട്ടോ നമുക്ക് വെക്കാം, പക്ഷേങ്കിൽ അവിടെ ബൾക്കത്തിക്കാൻ പാടില്ല. അവിടെ ഗംഗേൻ്റെ സ്ഥാനം, വാട്ടർ എലിമെൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ബൾക്കത്തിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഫയർ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അധിക വീട്ടിലും നോർത്ത് ഈസ്റ്റിൽ ഈശാനെ വെച്ചിട്ട് വിളക്കത്തിക്കുന്ന സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് പറയുന്ന സ്ഥലം ചപ്പൽ റാക്ക് അങ്ങനെ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എൻട്രൻസിൽ വീട്ടിൽ കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് അവിടെ വീട്ടിൽ അഗ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാറുണ്ട് നോർത്ത് ഈസ്റ്റിൽ. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഗംഗേൻ്റെ സ്ഥാനം വളരെ പ്യുവർ സ്ഥാനമാണ് വാസ്തുപരമായിട്ട്. ആ ഗംഗേൻ്റെ സ്ഥാനം നമ്മൾ കേടുവരുത്തി കഴിഞ്ഞാൽ കോപിക്കുന്നത് ശിവനാണ്. ശിവൻ കോപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അഗ്നി സംബന്ധമായി പല പ്രശ്നങ്ങളും കാണപ്പെടും. കുക്കർ പൊട്ടിത്തെറിക്കുക, ഗ്യാസ് പൊട്ടിത്തെറിക്കുക, ഗ്യാസ് ലീക്കാവുക, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് കത്തിനാശ, കേടുവരിക, ഇങ്ങനെ പല സംഭവങ്ങൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ മോശമായി വരുന്ന സംഭവമാണ് നോർത്ത് ഈസ്റ്റ്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ ബൾക്കത്തിക്കാൻ പാടില്ലാന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് സെക്കൻഡ് പാർട്ടുണ്ട്. അവിടെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ജസ്റ്റ് തൊട്ടിട്ട് ഈസ്റ്റിലോട്ട് നോർത്ത് ഈസ്റ്റ് പറയുന്ന സംഭവം അവിടെ നമുക്ക് ബൾക്കത്തിക്കാൻ ദൈവത്തിൻ്റെയും വെക്കാം, തുളസി പ്ലാന്റും വെക്കാം. ഇനി രണ്ടാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്. അവിടെ ഈശ്വരനെ വെച്ചിട്ട് ബൾക്കത്തിച്ച് കഴിഞ്ഞാൽ ആ വിളക്കിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. വിളക്കത്തിക്കുന്ന യാതൊരു ബലവും ഉണ്ടാവില്ല. അത് ആക്ച്വലി ഒരു വീട്ടിൻ്റെ ഡിസ്പോസൽ പ്ലേസ് ആയിട്ട് വാസ്തുപരമായിട്ട് മാനിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ആ സ്ഥലത്ത് നിങ്ങൾ വിളക്കത്തിക്കാമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വരുന്ന പോസിറ്റീവ് എനർജി, നിങ്ങളെ വീട്ടിൽ വരുന്ന ഐശ്വര്യം, നിങ്ങളെ വീട്ടിൽ വരുന്ന ഗുണങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്നത് ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ്, ഇതെല്ലാം ഡിസ്പോസ് ആയി പോകുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാണപ്പെടും.
ഇനി മൂന്നാമത്തെ സ്ഥലം സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റിൽ പറയാമെങ്കിൽ പിത്തുക്കളെ സ്ഥാനമാണ്. പിത്തുക്കളെ സ്ഥാനം എന്ന് പറയുന്നത് ഈസ് എ നെഗറ്റീവ് എനർജി. അപ്പം പിത്തുക്കളെ സ്ഥാനത്ത് നമ്മൾ ഈശ്വരൻ്റെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഫോട്ടോയിൽ പൃഥ്വി ദേവത രാഹു ആണ് വന്നിട്ട് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഈ പ്ലേസിൽ ഈശ്വരൻ അവിടെ വന്നിരിക്കില്ല? അത് പിതൃൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പിതൃൻ്റെ ലോകത്തിൽ ഈശ്വരൻ വരില്ല, വന്നിരിക്കുകയില്ല. അപ്പം നിങ്ങൾ അവിടെ വിളക്കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ ഫോട്ടോയിൽ പിതൃക്കളാണ് വന്നിട്ടിരിക്കുന്നത്. ചില വീട്ടിൽ പിതൃ ദോഷമുള്ള വീട്ടിലാണെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ് എനർജി അറിയപ്പെടും. പിതൃദോഷമുള്ള വീട്ടിൽ ആ സ്ഥാനത്ത് വിളക്കത്തിക്കുമ്പോൾ ആ വീട്ടിലത്തെ മുതിർന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ ഹെഡ് ഡിപ്രഷൻ, അതുകൂടാതെ തല ഒരു മരവിച്ച എന്തോ ഒരു തലേൻ്റെ മുകളിൽ എന്തോ ഒരു വലിയ പാറക്കല്ലാറ്റം വെച്ച മാതിരി അവർക്ക് തോന്നപ്പെടും. തല ഫുള്ള് ചൂടായിട്ട് അവർക്ക് തോന്നപ്പെടും. അവർക്ക് തന്നെ എന്താ ചെയ്യണ്ടേ ഒന്നിനും ഒരു ഭയങ്കര എന്താ പറയുക മെൻറ്റാലിറ്റി പ്രോബ്ലംസ് ക്രിയേറ്റ് ആണ് അവർക്ക് കാണപ്പെടും സൗത്ത് വെസ്റ്റിൽ. വേറെ ഒരു കാര്യം, സൗത്ത് വെസ്റ്റിൽ പ്യുവർ ക്രിസ്റ്റൽ ഈ വക സ്റ്റോൺസ് വെക്കാമെങ്കിൽ ആ വീട്ടിലത്തെ കൂട്ടർക്ക് ഡിപ്രഷൻ ഇതുമാതിരി ഭയങ്കര തലക്ക് ഭയങ്കര ഭാരം തോന്നുന്നത് നിങ്ങൾക്ക് കാണപ്പെടും. പിതൃദോഷം ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ഈ വക ദോഷങ്ങളൊന്നും കാണപ്പെടില്ല. പിന്നെ ഈ വക ദോഷങ്ങൾ അവർക്കും പിതൃദോഷമില്ലാത്ത വീട്ടുകൾക്കും ചിലപ്പം കാണപ്പെടും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ ബ്ലാക്ക് ഔട്ട്, പിന്നെ പിതൃക്കളെ ചില സമയങ്ങൾ ചില ദിവസങ്ങളിൽ അങ്ങനത്തെ ചില ദിവസങ്ങൾക്ക് അവർക്ക് വളരെ ഡിപ്രഷനും പിന്നെ കുറേ പ്രോബ്ലംസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് കാണപ്പെടും. അപ്പം സൗത്ത് വെസ്റ്റിൽ വിളക്ക് കത്തിച്ചിട്ട് ഈശ്വരനെ വെക്കാമെങ്കിൽ ഇതേമാതിരി പല പ്രോബ്ലംസും അവർക്ക് കാണപ്പെടും. ഇനി വരുന്നത് നാലാമത്തെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ യക്ഷിൻ്റെ സ്ഥാനം.
അപ്പോൾ ആ സ്ഥാനം നമ്മൾ ഈശ്വരനെ വെച്ചിട്ട് പൂജിക്കാൻ, ഫോട്ടോ വെച്ചിട്ട് പൂജിക്കേണ്ട അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊരു പൂർണിമ ടൈമിൽ നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. ബ്ലാക്ക് ഔട്ടിലല്ല, പൂർണിമേൻ്റെ സമയത്താണ് ഇതിൻ്റെ പല പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും ഒരുമാതിരി തന്നെ ഡിപ്രഷൻസ് ഫീൽ വരും. വീട്ടിലത്തെ ഹെഡിന് വീട് സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും, പ്രശ്നത്തിൽ വ്യക്തി സൂയിസൈഡ് ചെയ്യുന്നതിലെ ഒരു ആഗ്രഹങ്ങൾ വ്യക്തികൾക്ക് വരുന്നതും പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നതും ഈ വക പ്രശ്നങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫോട്ടോ വെച്ചിട്ട് പൂജിച്ചില്ലെങ്കിലും ഈ സ്ഥാനത്ത് വാട്ടർ ടാങ്ക് ഓവർ ഫ്ലോ ഇല്ലേ, എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശങ്ങൾ, കുൾമുടി, കക്കൂസ് ഈ വക സംഭവം ഉണ്ടെങ്കിലും വീട്ടുകാർക്ക് ഈ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് സാധാരണ കാണപ്പെടാറുണ്ട് വാസ്തുപ്രകാരമായിട്ട്. ചില വീട്ടുകൾക്ക് പലതരം പോലീസ് കേസ്, കോർട്ട് കേസ് ഈ വക സംഭവം നോർത്ത് വെസ്റ്റിൽ പൂജിക്കുന്ന വ്യക്തികൾക്ക് കാണാറുണ്ട്. നോർത്ത് വെസ്റ്റിൽ ഡയറക്ഷനിൽ എൻട്രൻസ് ഇല്ല വ്യക്തികൾക്കും ഈ വക പ്രോബ്ലംസ് വരുന്നത് നമുക്ക് കാണാറുണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് 2 പാർട്ടുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റ് ഫസ്റ്റ് 1, സെക്കൻഡ് നോർത്ത് ഈസ്റ്റ് 2. ഇപ്പം നിങ്ങൾ പറയും നോർത്ത് ഈസ്റ്റിൽ സാധാരണ യൂട്യൂബിൽ ചാനലിലെല്ലാം വരാറുണ്ട്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ തുളസി വെക്കണം, അവിടെ അമ്പലം പണിയണം, അവിടെ ദൈവത്തിനെ ഇരുത്തണം. ഞാൻ ഈ തരുന്ന ഈ മാപ്പിൽ മുകളിൽ എൻ്റെ സൈഡിൽ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 2 പാർട്ടുണ്ട്. ഒന്ന് 1 പാർട്ടും ഒന്ന് സെക്കൻഡ് പാർട്ടും. 1 പാർട്ട് എന്ന് പറയുന്നത് ദേവി ശ്രീ ഗംഗയുടെ ജലത്തിൻ്റെ സ്ഥാനം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ശിവനെ ഇരുന്ന് ഹിമാലയത്തിൽ ഇരുന്ന് തപസ് ചെയ്യുന്ന പാട്ടാണ് സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ കമ്പോസ് വെച്ചിട്ട് ഡയറക്ഷൻ വെച്ചിട്ട് ശരിക്കും ക്ലിയറായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ സ്ഥാനം കറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കാം. ബാക്കിയുള്ള സ്ഥലം ഈസ്റ്റ് ഓരോ ദൈവങ്ങളും പിക്ചറിൽ DP-യിൽ കാണിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങളെ ഈശ്വരനെ വെക്കുന്നുണ്ടോ ആ സ്ഥലത്ത് ഈ DP-യിൽ കാണിക്കുന്ന മാതിരി അതേ ഫോട്ടോ, ഏത് ഈശ്വരൻ്റെ ഫോട്ടോ ആ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ വെച്ചിരിക്കണം. അല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ
ശിവനാന്നിരിക്കുന്നത്. ശിവനും പാർവതിയും ശ്രീ ഗണേശനും കാർത്തികയും. ഇത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. ശിവന് സിംഗിൾ ശിവനായിട്ടും നിങ്ങൾക്ക് വെക്കാം, ശിവനും പാർവതിയായിട്ടും വെക്കാം, ശിവനും പാർവതി ഗണേശ് കാർത്തികയായിട്ടും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. പക്ഷെങ്കിൽ നിങ്ങൾ ശിവനെ ആരാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വേറെ ഒരു ഗുരുവായൂരപ്പനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെക്കാമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കൂടെ ശിവൻ്റെ ഫോട്ടോ വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലേസ് ശിവൻ്റെ സ്ഥലമാണ്. അവിടെ നിങ്ങൾ ഗുരുവായൂരപ്പനെയാണ് കൊണ്ടുവെക്കുന്നത്, മഹാവിഷ്ണുവാണ്. നിങ്ങൾ ശിവനെ പൂജിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോ പ്രോബ്ലം, നെവർ മൈൻഡ്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടമെങ്കിലും, പക്ഷേ നിങ്ങൾ വെക്കുന്ന സ്ഥാനം ശിവൻ്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളവിടെ ശിവൻ്റെ ഫോട്ടോ വെച്ചിരിക്കണം, ശിവനെയും നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ടറിയാം? നമ്മുടെ ശരീരത്തിൽ എല്ലാ ദൈവങ്ങളെയും പ്ലേസ് നമ്മളെ ശരീരത്തിൽ എടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങളെ ഗോഡ് ഗുരുവായൂരപ്പനോ കൃഷ്ണനോ നിങ്ങൾ പൂജിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ആ പ്ലേസിൽ അതേ സെയിം കാറ്റഗറി അതേ പ്ലേസിലുള്ള ഗോഡ് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ഐ എഫക്റ്റ് ശിവൻ്റെ, ഇപ്പം നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ നിങ്ങൾ ശിവൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് പൂജിക്കാമെങ്കിൽ ഗുരുവായൂരപ്പൻ തരുന്ന ബ്ലെസ്സിങ്സ്, ഗുരുവായൂരപ്പൻ്റെ സ്ഥാനം നിങ്ങളെ ഫുൾഫില്ലായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ. പക്ഷെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ശിവൻ ഇരിക്കുന്ന സ്ഥാനം ഉണ്ടാവും, അത് ഫുൾഫില്ലാവില്ല. അപ്പം ഏത് സ്ഥാനത്താണ് നിങ്ങൾ, ഏത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിങ്ങൾ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുന്നത്, ആ സ്ഥാനത്തില്ലേ ദൈവത്തിൻ്റെ ഫോട്ടോ നിങ്ങളെ ദൈവത്തിൻ്റെ കൂടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ കൂടെ വെച്ചിട്ട് വെക്കാമെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അതുകൊണ്ടാണ് പല മനുഷ്യർക്കും പലതരത്തിൽ രോഗം വരുന്നത്. ഇപ്പം ശിവനെ പൂജിക്കാത്ത വ്യക്തികൾക്ക് നമ്മൾ കാണാറുണ്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡിസീസ്, ലങ്സ് സംബന്ധമായ പ്രോബ്ലംസ്, ബ്ലോക്കേജ്, ഇത് നമ്മൾ കാണാറുണ്ട്. ശ്രീ ഗണേശനെ പൂജിക്കാത്ത വ്യക്തികൾക്ക് കണ്ണിൻ്റെ അസുഖം, മെൻ്റാലിറ്റി പ്രോബ്ലം, അശുദ്ധ വിദ്യ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദൈവങ്ങളും ഓരോ ക്വാളിറ്റിയാണ്. ശ്രീ രാധാകൃഷ്ണ പൂജിക്കുന്ന വ്യക്തികൾക്ക്, രാധാകൃഷ്ണ പൂജിക്കാത്ത വ്യക്തികൾക്ക് അവരുടെ വിശുദ്ധി, സംസാര രീതി ക്ലിയർ ഉണ്ടാവില്ല, അവിടെ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല, അവിടെ സംസാരം വളരെ ഹാർഡ് ആൻഡ്
വളരെ ഹാർഡായിരിക്കും. മറ്റുള്ളവർക്ക് കേൾക്കുന്ന സമയത്ത് അവരുടെ സംസാരം ഒരു മധുരമായ ഒരു ലയമില്ലാത്ത ഒരു സംസാരമായിട്ട് മറ്റുള്ളവർക്ക് അറിയപ്പെടും. അപ്പോൾ ഓരോ ദൈവത്തിനും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ ദൈവത്തിൻ്റെ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് ഈ മാപ്പിൽ കൂടെ ഞാൻ കാണിച്ചു തന്നു. അതുമാതിരി നിങ്ങൾ ഏത് സ്ഥാനത്താണ് നിങ്ങളെ ഈശ്വരനെ വെക്കുന്നു, ആ സ്ഥാനത്തിൽ ഈശ്വരൻ്റെ ഫോട്ടോ നിങ്ങൾ വെച്ചിട്ട് പൂജിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൻ്റെ ഡിവൈൻ എനർജി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. ഇനി പറയാനുള്ളത്, നമ്മൾ ഈശ്വരൻ്റെ ഫോട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആണി തറച്ചിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ പാടില്ല. ഈശ്വരൻ്റെ ഫോട്ടോൻ്റെ താഴത്തെ ബേസിൽ ഈശ്വരൻ്റെ ഫോട്ടോ നിങ്ങൾ ചുമലിങ്ങനെ വെക്കുമ്പോൾ താഴത്തെ ബേസ് മുട്ടിയിരിക്കണം. ഇത് മതി. നമ്മളിങ്ങനെ തൂക്കിയിട്ട് ഒരിക്കലും ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ വിളക്കത്തിക്കുന്ന രീതി പറയാമെങ്കിൽ നമ്മളെ ഈ ചെസ്റ്റിൻ്റെ ഈ ലെവലിലായിരിക്കണം നമ്മൾ ഈശ്വരനെ പ്ലേസ് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ മോൾ വശമാണ്, ചെസ്റ്റ് തുടങ്ങിയിട്ട് മോൾ വശമാണ് ഈശ്വരൻ്റെ പ്ലേസ് ചെയ്യേണ്ടത്. പാടില്ല. ഈശ്വരൻ്റെ വളക്കും അതേ ലെവലിലാണ് സ്റ്റാൻഡ് തറച്ചിട്ട് വെക്കേണ്ടത്. ചില വീട്ടിൽ നമ്മൾ കാണാറുണ്ട് താഴത്ത് നിലത്ത് വെച്ച് ഇരിക്കുന്നത്. ചില കൂട്ടർ തലേൻ്റെ മുകളിൽ ഹൈറ്റിൽ വെക്കുന്നത്. ചില വീട്ടിൽ കാലിൻ്റെ താഴെ ഈശ്വരൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് വളരെ റോങ്ങാണ്. നമ്മളിങ്ങോട്ട് താഴോട്ട് നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഫോട്ടോ താഴോട്ട് നമ്മൾ നോക്കിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാം. നമ്മൾ ഭൂമിയിൽ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കണ്ണ് അക്യൂറേറ്റ് നേരെയായിരിക്കും ഫോട്ടോ വെക്കുക. ഒന്നിക്കൽ നേരെ കണ്ണിൻ്റെ നേരെ, അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ ഇച്ചിരി മുകളിൽ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഹെഡ് അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് മുകളിൽ നിന്ന് ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് അറിയപ്പെടും. നമ്മളെ ഈ മൂടാവില്ല. നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ താഴോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഈ മൂടാവിലൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് തിങ്സ് നമ്മൾ ഫോട്ടോ വെക്കുന്ന രീതി ജസ്റ്റ് തൂക്കിയിടാൻ പാടില്ല. ഫോട്ടോൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പ്ലേറ്റ്, ചെറിയ പീസ് ഇത്ര മതി, അല്ലെങ്കിൽ ഇത്ര മതി. ഒരു വിളക്ക് കത്തിക്കാനും ചെറിയ പീസ്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചെറിയ റൗണ്ടോ ഫ്ലാറ്റോ അല്ലെങ്കിൽ സ്ക്വയറോ വെച്ചിട്ട് വെക്കാൻ കഴിയും.
വളരെ ഉത്തമം. ഇനി പറയാനില്ലേ, ഇനി വിളക്കത്തിക്കുന്ന സ്ഥാനം, ഏതെല്ലാം സ്ഥാനത്ത് എങ്ങനെയെല്ലാം വിളക്ക് കത്തിക്കാൻ പാടുണ്ട് അതാണ്. നോർത്ത് ഈസ്റ്റിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാമെങ്കിൽ ഒരു മാക്സിമം ഒരു 5-10 മിനിറ്റ് വിളക്ക് കത്തിക്കാം. അത് ഒരു സിംഗിൾ തിരി, ഒറ്റ തിരി നടുവിൽ സെൻട്രലിൽ ഇല്ല വിളക്ക് ഉണ്ടാവില്ല, സെൻട്രലിൽ വിളക്ക് സിംഗിൾ തിരി, അത് അവിടെ 2 തിരിയോ 5 തിരിയോ വെച്ചിട്ട് കത്തിക്കുന്നത് റോങ്ങാണ്. ഇനി ഈസ്റ്റിലത്തെ കാര്യം പറയുകയാണെങ്കിൽ, വിളക്ക് കത്തിക്കുന്ന രീതി പറയുകയാണെങ്കിൽ, ഈസ്റ്റിൽ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന രീതി പറയുകയാണെങ്കിൽ, ഈസ്റ്റിൽ നമുക്ക് 2 തിരിയിലെ വിളക്ക് കത്തിക്കാം. ഒന്ന് ഈസ്റ്റിലോട്ട് നോക്കിയിട്ട് ഒരു തിരി, ഈസ്റ്റിലോട്ട് നോക്കിയിട്ട് ഫോട്ടോൻ്റെ നേരെ മുന്നിൽ നോക്കിയിട്ട് ഒരു തിരി, നേരെ ബാക്കിൽ വെസ്റ്റിലോട്ട് നോക്കിയിട്ട് തിരി കത്തിക്കാം ഈസ്റ്റിൽ. ഇനി ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും. ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഒരു തിരിയും കത്തിക്കാം, 2 തിരിയും കത്തിക്കാം, 5 തിരിയും കത്തിക്കാം. സൗത്ത് ഈസ്റ്റിൽ നമുക്ക് രണ്ട് തിരിയും കത്തിക്കാം, 5 തിരിയും കത്തിക്കാം. സൗത്ത് ഈസ്റ്റിൽ 5 തിരി കത്തിക്കുന്നത് വളരെ ഉത്തമമാണ്. മഹാകാളീൻ്റെ സ്ഥാനം. സൗത്തിൽ 2 തിരി കത്തിക്കാം, അവിടെ കാർത്തികേയൻ്റെ സ്ഥാനമാണ്. പിന്നെ സൗത്ത് വെസ്റ്റും അവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല. സ്ഥാനത്ത് ധൂപ്പ്, കർപ്പൂരം ഇതെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നത് വളരെ നല്ലതാണ്. അവിടുത്തെ നെഗറ്റീവ് എഫക്റ്റ് പോയി കിട്ടും. ഇനി വരുന്നത് വെസ്റ്റിൽ നമുക്ക് 2 തിരി കത്തിക്കാം. ഒന്ന് ഈസ്റ്റിലോട്ട് നോക്കിയിട്ട്, ഒന്ന് വെസ്റ്റിലോട്ട് നോക്കിയിട്ട്. ഫോട്ടോ വെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റിലോട്ട് നോക്കിയിട്ട് 2 തിരി കത്തിക്കാം. ഇനി വരുന്നത് നോർത്ത് വെസ്റ്റിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. അവിടെ ധൂപ്പ് നിങ്ങൾക്ക് പുകയേക്കാം. ഇനി വരുന്നത് നോർത്തിൽ നിങ്ങൾക്ക് ഒറ്റത്തിരി, സിംഗിൾ തിരി നിങ്ങൾക്ക് കത്തിക്കാം നോർത്തിൽ. അത് അധിക നേരം കത്തിക്കാൻ പാടില്ല. കൂടി വന്നാൽ 10-15 മിനിറ്റ്. നോർത്തിൽ പിന്നെ നിങ്ങൾക്ക് കടക വിളക്ക് കത്തിക്കേണ്ട സ്ഥാനം. ചില വീട്ടിൽ കടക വിളക്ക് കത്തിക്കാറുണ്ട് തുടർച്ചയായിട്ട്, രാവിലെയും രാത്രിയും എല്ലാം കടക വിളക്ക് കത്തിക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഈസ്റ്റും സൗത്ത് ഈസ്റ്റിൻ്റെ നടുക്കിലെ സ്ഥാനമാണ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ്. അവിടെയും നിങ്ങൾക്ക് കടാവിളക്ക് കത്തിക്കാം, യാതൊരു പ്രോബ്ലം. സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് കടാവിളക്ക് കത്തിക്കാം. മഹാകാളീൻ്റെ സ്ഥാനമാണ്. നമ്മളെ ശരീരത്തിൽ നമുക്ക് ഊർജ്ജം തരുന്നത് മഹാകാളിയാണ്.
ഈ മഹാകാളി കെട്ടുപോയി കഴിഞ്ഞാൽ മഹാകാളി ഇല്ലാതായമാണ് നമ്മൾ മരണപ്പെടുന്നത്, നമ്മൾ ഒന്നും ഇല്ലാതെ ആകുന്നത്. അപ്പം മഹാകാളീൻ്റെ ഊർജ്ജക്ക് വേണ്ടിയിട്ടാണ്, ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് കിടാവിളക്ക് അവിടെ കത്തിക്കുന്നത്. അപ്പം മഹാകാളിക്ക് കിടാവിളക്ക് നമുക്ക് കത്തിക്കാം സൗത്ത് ഈസ്റ്റിൽ. ബാക്കി ഒരു സ്ഥാനത്തും കിടാവിളക്ക് കത്തിക്കാൻ പാടില്ല. പിന്നെ അമ്പലത്തിൻ്റെ വിശേഷം വേറെ. അമ്പലത്തിൽ ശിവന് കിടാവിളക്ക് 24 മണിക്കൂറും കത്തിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ. അമ്പലം വീടുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ സംബന്ധമായിട്ട് ഇതിലേക്ക് ആരും വലിച്ചിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അമ്പലത്തിൻ്റെ രീതി അമ്പലം, വീട്ടിൻ്റെ രീതി വീട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കൂടെ ഞാൻ പൂർണ്ണമാണ്. ഈ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വളരെ ലോങ് പീരീഡ് എടുക്കേണ്ടി വന്നു. ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വീട്ടിൽ, അതുകൊണ്ട് കുറേ സമയം എടുത്തു. അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ കാണുന്ന വ്യക്തികൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ എൻ്റെ വീഡിയോ കാണാതിരിക്കുന്നത് വളരെ നല്ലത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ കാണേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് പ്രതീക്ഷ ലൈക്സിലാണ്. എത്ര എനിക്ക് ലൈക്സ് കിട്ടുന്നു അതിൽ എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ വീഡിയോ ആർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുമാതിരിയാണ് ഞാൻ വീഡിയോ ഇനി മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ലൈക്സ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. നന്ദി, നമസ്കാരം.